അപ്പോൾ നമുക്ക് ആ മഹാത്മാവ് നൽകിയ നന്മയുടെ കിരണങ്ങൾ സ്മരിക്കാനാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ തന്നെ അത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി കാണാൻ ഈ വർഷത്തെ ഈ ജയന്തി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഭാഗവത അമൃത സത്രം ഇടയാവട്ടെ. അംബരീഷന്റെ നീതിയും നമുക്ക് ചിന്തിക്കാൻ ഇടയാവട്ടെ. അംബരീഷന്റെ അടുത്തിരുന്ന ആ മഹാരാജാവ് ഭക്ഷണം വിളമ്പി കൊടുത്ത് അംബരീഷന്റെ മഹത്തായ യാഗം പൂർത്തീകരിച്ചതുപോലെ ഈ മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും ഒക്കെ നമ്മുടെ സന്നിധാനത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഫെബ്രുവരി 2 വരെ എത്താൻ ഇതേപോലെയുള്ള മഹത്തരമായ നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അംബരീഷ ചരിത്രത്തിൻ്റെ സന്ദേശം തന്നെ ഭക്തന്റെ ഹൃദയമാണ് എൻ്റെ ശ്രീകോവിൽ, ഭക്തന്റെ വാക്കാണ് എൻ്റെ വേദം, ഭക്തന്റെ കണ്ണുനീരാണ് എൻ്റെ തീർത്ഥം എന്ന് ഓർക്കാനിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മള്ളിയൂർ തിരുമേനിയുടെ ശരീരം പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹം പറഞ്ഞ വാക്കുകളും അദ്ദേഹം നമുക്ക് ചെയ്ത നന്മകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും എപ്പോഴും ഓർക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വർഷവും ഈ ഭാഗവത അമൃത സത്രത്തിൽ പങ്കെടുക്കുവാനും ഒരു ദിവസം ഇങ്ങനെ ഒരു അക്ഷരപൂജ ചെയ്യുവാനും മള്ളിയൂരിൽ നിന്ന് പ്രമേശ്വരൻ തിരുമേനിയും ദിവാരൻ തിരുമേനിയും അപ്പൂട്ടനുമൊക്കെ മറക്കാതെ ഓർത്ത് ഞങ്ങളെ പോലെ ഉള്ളവരെ ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ ചെളിയിൽ വാരി വിതറുന്ന വിത്തുകളായി ഈ ഭാഗവത അമൃത വിത്തുകൾ വീഴ്ത്തുവാൻ ഇടയാക്കിയ നമസ്കാരത്തിന് ഓർമ്മയ്ക്ക് കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിങ്ങളുടെ മനസ്സുകളിൽ വിനയപരിസരം സമർപ്പിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രവേദിയെ വാക്കുകളെ കൊണ്ട് അനുഗ്രഹിച്ച ഡോക്ടർ പള്ളിക്കൽ സുനിൽ, ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, വിശ്വപ്രസിദ്ധനായ കർണാടക സംഗീതജ്ഞൻ, സമർത്ഥനായ കർണാടക സംഗീതജ്ഞൻ ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത സദസ്സാണ് ഇന്ന് ഗണേശ മണ്ഡപത്തിൽ മള്ളിയൂരിൻ്റെ കലാമണ്ഡപത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 7:15 മണിക്ക് സംഗീത സദസ്സ്. ഇപ്പോൾ സത്രവേദി അനുഗ്രഹിച്ചുകൊണ്ട്